ഹലോ, വെൽക്കം ടു അനൂപ് ട്യൂബ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയത് എന്തായിരുന്നു എ പി ഐയുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ബേസിക്കായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഇ കോമേഴ്സ് പ്രൊഡക്റ്റ് API ഉണ്ടല്ലോ, ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പൈച്ചാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മൾ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രെയിംവർക്ക് ആയിരിക്കും നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പൈച്ചാം തുറക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പൈച്ചാം എടുത്തു. അതിനുശേഷം ഞാൻ എന്ത് വെച്ചാൽ ന്യൂ പ്രോജക്റ്റ് എടുത്തു. പൈച്ചാം പ്രോജക്ട്സിനകത്ത് ഞാൻ പേര് കൊടുക്കുന്നത് API എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റിൻ്റെ പേര് കൊടുത്തു. API എന്നാണ് ഞാൻ പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് ഞാൻ ഉണ്ടാക്കി. ഗിറ്റ് റിപ്പോസിറ്ററി ഒന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ക്രിയേറ്റ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് എല്ലാ കാര്യങ്ങളും ഇതിൽ ഇംപ്ലിമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ പൈച്ചാം. ഓക്കെ, ഓൾറെഡി എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം വിർച്വൽ എൻവയോൺമെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വിർച്വൽ ENV ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റിങ്സിൽ പോവുക, പ്രൊജക്ട്സ് എടുക്കുക, അതിൽ പൈത്തൺ ഇൻ്റർപ്രറ്റർ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ വിർച്വൽ എൻവയോൺമെൻ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പൈത്തൺ വിർച്വൽ എൻവയോൺമെൻ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? പുതിയൊരു മൊഡ്യൂൾ നമ്മൾ ആഡ് ചെയ്യണം, ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫ്ലാസ്ക് എന്ന് പറഞ്ഞ സംഭവം ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, ഇൻസ്റ്റാൾ പാക്കേജ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലോസ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമുക്ക് ഓൾറെഡി ഇതിലോട്ട് ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടായിരിക്കും. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലാസ്ക് വെച്ചിട്ടായിരിക്കും ബേസിക്കലി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫ്ലാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് API നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ അതിലോട്ട് പോകുന്നില്ല. നമുക്ക് എങ്ങനെയാണ് ബേസിക് ആയിട്ടൊരു ഫ്ലാസ്ക് വെച്ചിട്ട് നമുക്ക് API ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫ്ലാസ്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രം ഫ്ലാസ്ക്. ഓക്കെ, ഇമ്പോർട്ട് ഫ്ലാസ്ക്. ഓക്കെ, ഇമ്പോർട്ട് ഫ്ലാസ്ക് എന്ന് എഴുതുക. അതിനുശേഷം സിംപ്ലി അവിടെ നിർത്താം. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. ഫസ്റ്റ് നമ്മൾ ഫ്ലാസ്ക് ഇമ്പോർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആപ്പ് ഉണ്ടാക്കും. അപ്പോൾ ക്രിയേറ്റ് ആപ്പ് ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ആപ്പ് റൺ ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ഈക്വൽ ടു ഫ്ലാസ്ക് നമ്മൾ കോൾ ചെയ്യാം. അപ്പോൾ അതിലോട്ട് നമ്മളൊരു ആപ്പിനെ നമ്മൾ പാസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് API ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, നമ്മൾ കൊടുത്തു. സിമ്പിളി അത്ര കൊടുത്താൽ മതി. നമുക്ക് അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം ആപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാക്കണം കേട്ടോ. മെയിൻ ഫംഗ്ഷൻ എഴുതുക. ഓക്കെ, മെയിൻ എഴുതിയതിനു ശേഷം മെയിൻ ഫംഗ്ഷനിൽ ആപ്പ് ഡോട്ട് റൺ എന്ന് വിളിക്കുക. ഓക്കെ, ആപ്പ് ഡോട്ട് റണ്ണിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇതിന് ഡീബഗിങ് സ്റ്റേറ്റ് ട്രൂ ആക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെച്ചാൽ അത് കാണിച്ചു തരും. സ്പെസിഫിക്കലി എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെച്ചാൽ അത് കാണിച്ചു തരും. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ റൺ മെയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ സിംപിളി നമ്മുടെ വെബ്സൈറ്റ് റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് സെറ്റപ്പ് നമ്മുടെ കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് പരിപാടി നമ്മൾ കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്ട്സ് നമുക്ക് എന്തായാലും ഈ കൊമേഴ്സ് സൈറ്റിൽ നമുക്ക് കുറേ പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ആ പ്രൊഡക്ട്സിൻ്റെ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ആ പ്രൊഡക്ട്സിന് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെയുള്ള രീതിയിലൊരു മോഡൽ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മോഡൽ ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു കൺസ്ട്രക്ടർ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്ലാസ് കൺസ്ട്രക്ടർ എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ക്ലാസ്, എങ്ങനെയാണ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുക, എന്താണ് അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്ത് സെൽഫ് ഡോട്ട് നമുക്ക് പ്രൊഡക്റ്റിന് എന്തായാലും ഒരു ഐഡി ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് എന്തായാലും ഒരു ഐഡി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റിന് ID കൊടുക്കണം. അപ്പോൾ പ്രോഡക്റ്റ് ID എന്ന് പറഞ്ഞിട്ട് ഞാൻ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തു. അതിനുശേഷം പ്രൊഡക്റ്റിൻ്റെ നെയിം പാസ് ചെയ്തു. അതിനുശേഷം പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പാസ് ചെയ്തു. എന്തായാലും പ്രൊഡക്റ്റിന് ഒരു പ്രൈസ് ഉണ്ടായിരിക്കുമല്ലോ. അതിനുശേഷം എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് പാസ് ചെയ്തു. അപ്പോൾ പ്രൊഡക്റ്റ് സെൽഫ് ഡോട്ട് ID ഈക്വൽ ടു പ്രോഡക്റ്റ് ID എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. അതിനുശേഷം ഓക്കെ, ബേസിക്കലി നമുക്ക് എല്ലാം സിമ്പിളായിട്ട് നമ്മൾ പോവാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക്കലി ഒരു ക്ലാസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിൻ്റെ റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കട്ടെ. എന്തെങ്കിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി റിഫ്രഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഇതിനൊരു ഡാറ്റാബേസ് ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഡാറ്റാബേസിന് റിസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബേസിക്കലി ഒരു ലിസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി. അതായത് നമ്മുടെ ഡാറ്റാബേസ് നമുക്ക് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്.
ഈ ഡാറ്റാബേസിനായിരിക്കും നമ്മൾ query ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡാറ്റാബേസ് നമുക്ക് ഒന്നില്ലെങ്കിൽ SQL ക്രിയേറ്റ് ചെയ്യാം, SQLite ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് മോങ്കോ DB ഏത് DBയിൽ മനസ്സിലായി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എല്ലാത്തിലും സെയിം സ്ട്രക്ചർ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ആ ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ട്. ഓക്കെ, അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഡാറ്റാബേസ് ഒന്നും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ബേസിക്കലി ഒരു മെമ്മറി തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമ്മുടെ ബേസിക്കായുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെ ഇതിൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ലിസ്റ്റ് ഓൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അതായത് എല്ലാ പ്രൊഡക്ട്സിനും നമുക്ക് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ലിസ്റ്റ് ഓൾ പ്രൊഡക്ട്സ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് അതായത് നമ്മളൊരു URL കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടുന്നാണ് URL നമുക്ക് കിട്ടുക, നമ്മുടെ APIയുടെ URL എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ URL വരിക കേട്ടോ. ഓക്കെ, നമ്മുടെ ഫ്ലാസ്കിൻ്റെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന URL ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ URL അടിച്ചതിന് ശേഷം നമ്മൾ / ഇട്ടിട്ട് പ്രോഡക്ട്സ് എന്നങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം. ഇത്ര 5 പ്രൊഡക്ട്സിന് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഫ്ലാസ്കിൽ നമുക്ക് റൗട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക്കലി ഒരു ഫ്ലാസ്ക് റൺ ചെയ്യുന്ന URL നിന്ന് നമുക്കൊരു റൗട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. റൂട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റൂട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് അടിക്കുന്നത് app.route. ഓക്കെ, app.route എന്ന് എഴുതി അതിനുശേഷം നമുക്ക് എന്തായാലും URL വരെയുള്ള നമുക്ക് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അതിന് ശേഷമുള്ള റൗട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ കോട്ട്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഡക്ട്സ് എന്ന് കൊടുക്കുക. ഓക്കെ, പ്രോഡക്ട്സ് എന്ന് കൊടുത്തിട്ട് കൊടുക്കുക. അതിനുശേഷം കോമട്ടിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെ ടൈപ്പ് റിക്വസ്റ്റ് ഉള്ളത്, മെത്തേഡ് നമുക്ക് ഗെറ്റ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, പിന്നെ പുട്ട് ഉണ്ട്, പിന്നെ ഉള്ളത് ഡിലീറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് മെത്തേഡ്സിനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ മെത്തേഡാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ മെത്തേഡ്സ് ഈക്വൽ ടു ഗെറ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തു. സിംഗിൾ കോട്ടിനകത്ത് ഗെറ്റ് ഇത് നമ്മുടെ ഇതിൻ്റെ സിൻടാക്സ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് പഠിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ബേസിക്കലി ഈ റൗട്ടിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കോൾ ചെയ്യപ്പെടുന്ന ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ടായിരിക്കും. ആ ഫംഗ്ഷനാലിറ്റി നമ്മൾ എഴുതണം. ഓക്കെ, ഗെറ്റ് ഓൾ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാലിറ്റി എഴുതി, പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിട്ടോ. ഓക്കെ, നേരെ സേവ് ചെയ്തു. ഇന്ന് വീണ്ടും റൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ URL വർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ URL നമുക്കത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ URLനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൗട്ടിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഔട്ട്പുട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ടൂൾ കേട്ടോ. ഓക്കെ, ആ പോസ്റ്റ്മാൻ എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ്മാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ്മാനിൽ നമ്മൾ സിമ്പിളി ചെയ്യാൻ പറ്റും. നമുക്കത് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്ലസ് അടിക്കുക. അപ്പോൾ നമ്മളിവിടെ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു APIക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ മെത്തേഡ്സ് ഒക്കെ ഇവിടെ ഗെറ്റ്, പോസ്റ്റ് പറഞ്ഞ കുറേ മെത്തേഡ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും, ഗെറ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗെറ്റ് മെത്തേഡ് നമുക്കറിയാം. മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്ത് ഇനി URL കൊടുക്കണം. അപ്പോൾ URL നമുക്കറിയാലോ ഈ സംഭവമാണ്. ഇതാണ് നമ്മുടെ URL വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബാർ ഇട്ടിട്ട് പ്രൊഡക്ട്സ് എടുക്കണം. ഇതാണ് നമ്മുടെ റൗട്ട്സ് പറഞ്ഞ സാധനം. പ്രൊഡക്ട്സ് എഴുതി അതിനുശേഷം സിംപിളി സെൻഡ് അടിക്കുക. ഓക്കെ, ഇതിന് സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരും നോക്കാം. ഓക്കെ, ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമുക്ക് കോൾഡ് ഗെറ്റ് ഓൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് എറർ വന്നത്. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ കോൾ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഷ്യൂ വരാനുള്ള കാര്യം വെച്ചാൽ നമ്മളൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഗെറ്റ് ഓൾ പ്രൊഡക്ട്സ് കോൾ ചെയ്യപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ഈ പ്രൊഡക്ട്സ് നമുക്കെല്ലാം കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു JSON ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വിളിച്ച സ്ഥലത്തേക്ക് പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ വിളിച്ച സ്ഥലത്തേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിട്ടേൺ എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ചെയ്യണം എന്ത്, JSON സ്ട്രിങ് നമ്മൾ റിട്ടേൺ ചെയ്യണം. ഓക്കെ, റിട്ടേൺ JSON സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. അപ്പോൾ ഈ JSON സ്ട്രിങ്ങിൽ എന്താ ഉണ്ടാവേണ്ടത്, നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവേണ്ടത്. ഈ പ്രൊഡക്ട്സിനെ JSON ആക്കി മാറ്റാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക്കലി ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. ഓക്കെ, ഒരു പ്രൊഡക്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ JSONലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളൊരു സിമ്പിളായിട്ടൊരു ഹെൽപ്പർ ഫംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഹെൽപ്പർ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മേലുണ്ടാക്കി. അപ്പോൾ സിമ്പിളി നമ്മൾ ഉദ്ദേശിക്കുന്നത് റിട്ടേൺ. ഓക്കെ, JSON എന്ന് പറഞ്ഞാൽ സിമ്പിളി ഡിക്ഷണറി ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ID എന്ന് പറഞ്ഞിട്ട് ഓക്കെ ID ശേഷം product.id. ഓക്കെ, അതിനുശേഷം കോമഡ. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ സിമ്പിളി ഒരു ഡിക്ഷണറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ JSON സ്ട്രിങ്ങിലോട്ട് എന്ത് ചെയ്യണം, JSON സ്ട്രിങ് എന്നോ അല്ലെങ്കിൽ JSON എന്നോ ഉദ്ദേശിക്കത്തുള്ളൂ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പ്രൊഡക്ട്സിനും എടുക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ 4 പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 4 ലൂപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഈ JSON സ്ട്രിങ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, സിമ്പിളി ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് JSON സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ലിസ്റ്റ് ആയിട്ട് പാസ് ചെയ്തതിനു ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് എന്ന് കൊടുത്തു. ശേഷം നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടാക്കി. പ്രോഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ഓഫ് പ്രോഡക്റ്റ് ടു JSON ഓഫ് പ്രോഡക്റ്റ് എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ത് ചെയ്യും, അപ്പൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ചെയ്യണം, ഈ സാധനത്തിന് റിട്ടേൺ ചെയ്യും. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് നമുക്ക് JSON
ആ ഫോർമാറ്റിലാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ജേസൺ ഫോർമാറ്റിലോട്ട് റിട്ടേൺ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് JSON5 എന്ന് പറഞ്ഞിട്ടൊരു, ഇപ്പോൾ ഫ്ലാസ്കിനകത്ത് തന്നെ JSONify എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഓക്കെ, അതിന് യൂസ് ചെയ്യാം. അപ്പോൾ JSONify നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും യൂസ് ചെയ്തിട്ട്. അപ്പോൾ റിട്ടേൺ JSONify ഓഫ് നമ്മൾ ഏത് ടൈപ്പിലാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു JSON ടൈപ്പിലാണ് റിട്ടേൺ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഒരു പ്രൊഡക്ട്സ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കീ ആയിട്ട് കൊടുക്കുന്നത് പ്രോഡക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. ശേഷം ഒരു കോളൻ ഇട്ടു. കോളൻ ഇട്ടതിന് ശേഷം നമ്മൾ എന്താ കൊടുത്തത്, പ്രോഡക്റ്റ് ലിസ്റ്റ് എന്നുകൊണ്ട് കൊടുത്തു. ഓക്കെ, ഇത്രയും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, ഒരു സംഭവം കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്തു നോക്കാം. സേവ് ചെയ്തു. ഓക്കെ, ഇതൊന്ന് വീണ്ടും റൺ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം വർക്കാവുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പോസ്റ്റ്മാൻ എടുത്തു, ഒന്നുകൂടി നമ്മൾ സെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടിയില്ലേ. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സാംസങ് A12 M32 S24 Redmi Note 13. അതിൻ്റെ കറസ്പോണ്ടിങ് ഉള്ള ഒരു JSON ആയിട്ടുള്ളൊരു ലിസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. JSON ലിസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലിസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ എന്താണ് സംഭവം, നമ്മൾ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും നമുക്കൊരു ഇഷ്ടമുള്ള ഫ്രണ്ട് എൻഡ് സൈഡ് നമുക്ക് യൂസ് ചെയ്തിട്ട്, ഇഷ്ടമുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കത് വെബ്സൈറ്റ് ആയിട്ട് ചെയ്യാം, നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റായിട്ട് ചെയ്യാം, എങ്ങനെ മനസ്സിലാക്കി ചെയ്യാം. നമുക്ക് ഡാറ്റ കിട്ടിയാൽ മതി അല്ലേ. ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫോർമാറ്റിംഗ് ആണ് പിന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ APIs സിംപ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ട് നമ്മൾ ഗെറ്റ് ഓൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ API നമുക്കിപ്പോൾ വർക്കാവുന്നുണ്ട്. സിംപ്ലി നമുക്ക് കിട്ടി, ഗെറ്റ് ഓൾ പ്രൊഡക്ട്സ് പറഞ്ഞ സംഭവം വർക്കായി. ഓക്കെ, ഇതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്കുള്ള ഒരു ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഉള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് വൺ പ്രൊഡക്റ്റ് ബൈ ID. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ID കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫംഗ്ഷൻ ഉണ്ടാക്കണം ഡെഫ്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനാലിറ്റി കോൾ ചെയ്യുന്നത് എന്തായിരിക്കും, നമുക്കൊരു സ്പെസിഫിക്കലി ഒരു റൂട്ട് കോൾ ചെയ്യുന്ന സമയത്തായിരിക്കും വിളിക്കുന്നുണ്ടാവുക അല്ലേ, വിളിക്കപ്പെടേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ആ റൂട്ട് എന്താണെന്ന് നമുക്കൊന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു URL കൊടുക്കണം. അതിന് ശേഷം നമ്മൾ പ്രോഡക്റ്റ് എന്ന് എഴുതണം. ഓക്കെ, പ്രൊഡക്ട്സ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു ID പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 അല്ലെങ്കിൽ എന്താണോ പ്രൊഡക്റ്റിൻ്റെ ID അത് പാസ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, കറൻറ്റ്ലി A32 എന്ന് പറഞ്ഞിട്ടുള്ള A1 A12 എന്ന് പറഞ്ഞുള്ള സാധനത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ കിട്ടാൻ പാടും. അപ്പോൾ അതങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൗട്ട് നമുക്ക് എഴുതണം. /ഇട്ടു. അതിനുശേഷം നമുക്ക് കിട്ടാൻ പോകുന്ന എന്തായിരിക്കും, ഒരു പ്രോഡക്റ്റ് ID ആയിരിക്കും ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മളൊരു ഒരു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ എഴുതി പ്രോഡക്റ്റ് ID എന്ന് പറഞ്ഞിട്ട് ബാക്കി ഈ പ്രോഡക്റ്റ് ID ആയിരിക്കും ഇവിടേക്ക് വരുന്നുണ്ടാവും. പ്രോഡക്റ്റ് ID. ഓക്കെ, ഈ പ്രോഡക്റ്റ് ID ആയിരിക്കും ഇവിടെ കിട്ടുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു ഇൻറ്റിജർ മാത്രമേ നമ്മൾ പാസ് ചെയ്യാൻ പാടും എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിൻ്റെ ചെയ്യണം, മെത്തേഡ് എഴുതണം. ഓക്കെ, അപ്പോൾ മെത്തേഡ്സ് ഗെറ്റ് ടൈപ്പിലായിരിക്കും പാസ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സംഭവം പാസ് ചെയ്തു. അതിനുശേഷം പ്രിൻ്റ് കൊടുത്തു, സേവ് ചെയ്തു, വീണ്ടും റൺ ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും ഇതിനെ സെൻഡ് ചെയ്തു. ഓക്കെ, സെൻഡ് ചെയ്തപ്പോൾ കണ്ടോ, കോൾഡ് ഗെറ്റ് പ്രൊഡക്റ്റ് ബൈ ID എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി കോൾ ചെയ്തിട്ടുണ്ട്, ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഫംഗ്ഷനാലിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്താൽ മതി എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റ് ID കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് എല്ലാ സംഭവം ഉണ്ട്, ഇവിടെ പ്രൊഡക്ട്സ് ഉണ്ടല്ലേ. അപ്പോൾ ഫോർ പ്രോഡക്റ്റ് ഇഫ് പ്രോഡക്റ്റ് ഡോട്ട് ID ഈക്വൽ ടു പ്രൊഡക്റ്റ് ID നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ID ആണെങ്കിൽ ഓക്കെ, സിമ്പിളി അതിന് എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക അല്ലേ. അപ്പോൾ റിട്ടേൺ, അപ്പോൾ നമുക്ക് ആ JSONലോട്ട് കൺവേർട്ട് ചെയ്ത സാധനം കിട്ടിയിട്ടുണ്ടായി. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ നമുക്ക് സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം റിട്ടേൺ ചെയ്യണം. സ്പെസിഫിക്കലി ഇതിൻ്റെ ഒരു എറർ കോഡ് കൂടി നമ്മൾ പ്രിൻറ്റ് ചെയ്യണം, 404. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 404 എറർ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ അത്രയും സേവ് ചെയ്ത് വെച്ചു. അത്രയും സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും ഒന്ന് ഇവിടെ റൺ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുക. അപ്പോൾ 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ ചെയ്തു. കേട്ടോ, സാംസങ് A12 എന്ന് പറഞ്ഞിട്ട് കാരണം സാധനം കറക്റ്റായിട്ട് കിട്ടി. ഇനി ഞാൻ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് കൊടുത്തു വരിക, 1000 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, പ്രോഡക്റ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് 404 എററാണ് വന്നത്. ഓക്കെ, നമുക്ക് ID കിട്ടിയല്ലോ, എന്താണ് സംഭവിക്കുന്നത് ഏകദേശം ID കിട്ടിയല്ലോ. നെക്സ്റ്റ് നമ്മൾ എന്താണ്, സെർച്ച് പ്രൊഡക്റ്റ് ബൈ ID ഓർ നെയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം റൂട്ട് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ആപ്പ് ഡോട്ട് അപ്പോൾ നമ്മുടെ ഈ സെർച്ച് കോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് കോൾഡ് സെർച്ച് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അത് വർക്കാവുന്നുണ്ടോ നോക്കാം, എങ്ങനെ സംഭവം വർക്കാവുന്നുണ്ടോ നോക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീണ്ടും റീലോഡ് ചെയ്യണം. റീലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും പോസ്റ്റ്മാൻ എടുത്തു. അതിനുശേഷം പ്രൊഡക്റ്റ് കഴിഞ്ഞതിന് ശേഷം സെർച്ച് എന്ന് കൊടുത്തിട്ട് ഓക്കെ, അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോൾഡ് സെർച്ച് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ട്. അപ്പോൾ നമുക്ക് കോൾഡ് സെർച്ച് എന്ന് പറഞ്ഞ സംഭവം വർക്കാവുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് സെർച്ചിനുള്ള കീവേഡ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സെർച്ച് ചെയ്യാനുള്ള കീവേഡ്സ് നമുക്ക് പാസ് ചെയ്യണമല്ലേ. ഓക്കെ, നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കീവേഡ് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചുള്ള സെർച്ച് റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക്
എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ഉള്ള കീവേഡ്സ് നമുക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും കീവേഡ്സോ ആർഗ്യുമെൻറ്റ്സോ എന്തെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് API-ലോട്ട് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ഫ്ലാസ്കിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കീവേഡ്സ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ആർഗ്സ്, നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ആർഗ്സ് ഡോട്ട് ഗെറ്റ് കീവേഡ്, കീ ആയിട്ട് എന്ത് കൊടുക്കണം, കീവേഡ് എന്ന് കൊടുക്കണം. ഓക്കെ, നമുക്കത് കീവേഡ് ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കീവേഡ് ആയിട്ട് എന്ത് വരണം, സിംപ്ലി ഒരു എംപ്റ്റി സ്ട്രിംഗ് ആയിട്ട് വരണം. ഓക്കെ, അതിനെങ്ങനെ കൊടുത്തു. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം, നമ്മളെ എല്ലാ ആർഗ്യുമെൻറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക, ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ലോവർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യും. ഓക്കെ, ലോവർ കേസിലോട്ട് വേഴ്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ കീവേഡ്സ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് കീവേഡ്സ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സേവ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ സിംപ്ലി എന്ത് ചെയ്യുക, നമ്മുടെ പോസ്റ്റ്മാനിൽ വരിക. പോസ്റ്റ്മാനിൽ വന്നതിന് ശേഷം സെർച്ച് എന്ന് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് നമ്മൾ പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ കീ എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യണം, കീവേഡ് എന്നാക്കണം. അതിനുശേഷം വാല്യൂ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ സാംസങ് എന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരും, സംഭവം വരണം. വന്നു കഴിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ കണ്ടോ, ഓൾഡ് സെർച്ച് എന്ന് പറഞ്ഞ സംഭവം വന്നു, കീവേഡ് പറഞ്ഞ സാധനം സാംസങ് ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണോ കീവേഡ് പാസ് ചെയ്യുന്നത് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കറൻ്റ്ലി ഉള്ള ഈ കീവേഡ് മാച്ച് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമുക്ക് കിട്ടണം. അപ്പോൾ പ്രോഡക്ട്സ് ഈക്വൽ ടു ഓക്കെ, അതിനുശേഷം ഫോർ പ്രോഡക്ട്സ് ചെയ്തതിന് ശേഷം ഈഫ് പ്രോഡക്റ്റ് ലിസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ റിട്ടേൺ ചെയ്യുക. അതല്ലെങ്കിൽ എൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 404 പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട് എന്നിട്ട് റിട്ടേൺ ചെയ്യണം. സിമ്പിളായിട്ട് കാര്യം മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്യുക. അതിനുശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സാംസങ് എന്ന് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രൊഡക്റ്റ് കിട്ടും. 3 പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സാംസങ് എന്നുള്ള കീവേഡ് ഉള്ളത്. അതിനുശേഷം സാംസങ് എന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ റെഡ്മി എന്ന് കൊടുത്തു. റെഡ്മി എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡ്മിന് കിട്ടി. ഓക്കെ, അതിനുശേഷം ഞാനൊരു 100 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടണം. സാംസങ് A12 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സംഭവമൊക്കെ എല്ലാം വർക്കാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് സെർച്ച്, പിന്നെ പ്രോഡക്റ്റ് ബൈ ID, ഗെറ്റ് ഓൾ പ്രോഡക്ട്സ്, ഈ 3 ഫംഗ്ഷനാലിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള ഫംഗ്ഷനാലിറ്റീസ്, അതായത് കാർട്ടിലോട്ട് ആഡ് ചെയ്യാനുള്ളത്, കാർട്ടിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യണത്, കാർട്ടിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.